2026 കാനഡ ഇമിഗ്രേഷൻ പ്ലാനിൻ്റെ ഒരു മുഖ്യമായിട്ടുള്ള ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒരു വൺ ടൈം ഇനിഷ്യേറ്റീവ് പ്രോഗ്രാം വഴി ഏകദേശം 33,000 പേർക്ക് PR കൊടുക്കുമെന്നുള്ളതാണ്. PR കൊടുക്കുന്നത് കാനഡയിൽ അറ്റ് പ്രസൻറ്റ് ഒരു സ്റ്റുഡൻറ്റ് വിസയിൽ വന്നതിന് ശേഷം അവരുടെ പഠനശേഷം അവരിപ്പോൾ ടെമ്പററി റെസിഡൻ്റായിട്ട് ഏതെങ്കിലും ഒരു ഫീൽഡിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെയുള്ളവർക്ക് പൊതുവെ കാനഡയിലൊരു CRS സ്കോറൊക്കെ ഇപ്പം പബ്ലിഷ് ചെയ്യുന്നത് 500-ന് മുകളിലൊക്കെയാണ്. എന്നാൽ ഒരു ഏറ്റവും ചെറിയൊരു CRS സ്കോറിൽ ഉള്ളവർക്ക് മുഴുവൻ ഒരു കൂട്ടത്തോടെ തന്നെ PR കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് ഈ വൺ ടൈം ഇനിഷ്യേറ്റീവ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇത് കേട്ട ഉടനെ ഒത്തിരി പേര് സന്തോഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് കാരണമെന്ന് പറയുന്നത് 2021 ഫെബ്രുവരി 13-ാം തീയതി ഏകദേശം 27,000 പേർക്കാണ് അന്ന് PR കിട്ടിയത്. അന്നത്തെ CRS സ്കോർ ആവട്ടെ വെറും 75 മാത്രമായിരുന്നു. അപ്പോൾ ഊഹിക്കാവുന്ന കാര്യമുള്ളൂ, 75ഒക്കെ ഏതൊരാൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു CRS സ്കോറാണ്. ഇപ്പോൾ റീസെൻ്റായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്ന 500ഒക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. അതുപോലെ തന്നെ ഈ 2026-27 ഇമിഗ്രേഷൻ പ്ലാൻ പ്രകാരം അതേപോലെ തന്നെ ഒരു വൺ ടൈം ഇനിഷ്യേറ്റീവ് പ്രോഗ്രാം വഴി 33,000 പേർക്ക് PR കൊടുക്കുമെന്ന് പറയുമ്പോൾ ഇപ്പോൾ കാനഡ ഉള്ളവർക്കെല്ലാം വലിയ രീതിയിൽ ആശ്വാസം നൽകുന്നൊരു വാർത്തയാണ്. ഈ വാർത്തയുടെ ഡീറ്റെയിൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫെബ്രുവരിയിലെ ഇതുപോലെ തന്നെ ഒരു വൺ ടൈം ഇനിഷ്യേറ്റീവ് പ്രോഗ്രാം വഴി 27,000 പേരെ ഇൻവൈറ്റ് ചെയ്തപ്പോൾ അന്ന് CRS സ്കോറിൻ്റെ 75 എന്നുള്ള മാനദണ്ഡം മാത്രമേ അന്ന് വെച്ചിട്ടുള്ളായിരുന്നു. എന്നാൽ ഇന്ന് 2026-27 വർഷത്തെ ഇമിഗ്രേഷൻ പ്ലാൻ പ്രകാരം അതിനകത്ത് ചെറിയ കുറച്ച് മാറ്റങ്ങൾ മാത്രം വരുത്തിയിട്ടുണ്ട്. അതായത് നിങ്ങൾ കാനഡയിൽ വർക്ക് ചെയ്യുന്നത് ഒരു ഇൻസ്പെസിഫിക് ആയിട്ട് ഇൻ ഡിമാൻഡ് ആയിട്ടുള്ള ഒരു ജോബിൽ ഏതെങ്കിലും വരുന്ന കാറ്റഗറിയിലായിരിക്കണം. ഇത് മാത്രമല്ല, നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമെന്ന് പറയുന്നത് റൂറൽ ഏരിയ ആയിരിക്കണം എന്നോട് പറയുന്നുണ്ട്. ഇത് മാറ്റി നിർത്തിയാൽ ഇതിനകത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ CRS സ്കോറിൽ വലിയ സ്കോർ ഉണ്ടാകത്തില്ല എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ 500-ൻ്റെ അടുത്തൊക്കെ വേണം ഇപ്പോൾ ഒരു കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ്സിലെ ഒരു കാനഡയിൽ ഒരു PR കിട്ടാൻ. എന്നാൽ ഈ വൺ ടൈം ഇനിഷ്യേറ്റീവ് പ്രോഗ്രാം വഴി അവർ ഇൻവൈറ്റ് ചെയ്യുന്നത് അങ്ങനത്തെ ഒരു CRS സ്കോറിലൊന്നും വലിയ മാനദണ്ഡം വെക്കാതെ തന്നെ ചെറിയ എന്തെങ്കിലും സ്കോറിലായിരിക്കും അവർ ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത്. ഒരിക്കലും 75 തന്നെ ആവണമെന്നില്ല. എങ്കിലും മെജോറിറ്റി ആൾക്കാർക്കും ഇതിലേക്ക് 27,000 പേരെ 2 വർഷത്തിനുള്ളിൽ തന്നെ എടുക്കുമെന്ന് പറയുമ്പോൾ ഏകദേശം 27,000-ൻ്റെ ഒരു പകുതി ഒരു കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 10-14,000 പേർക്ക് ഈ ഒരു വർഷം തന്നെ PR കിട്ടുമെന്ന് പറയുമ്പോൾ അതിനകത്ത് വലിയ രീതിയിലുള്ള CRS സ്കോറൊന്നും അവർ വെക്കാൻ സാധ്യതയില്ല. പക്ഷേ നിങ്ങളിപ്പോൾ ചെയ്യേണ്ട ഒരേ ഒരു മുന്നൊരുക്കം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കാനഡയിലെ റൂറൽ ഏരിയയിൽ ഇൻ ഡിമാൻഡ് ആയിട്ടുള്ള ജോബ് കണ്ടെത്തുക എന്നുള്ളതാണ്. കാരണം ഇത് ഒരു ദിവസമായിരിക്കും പെട്ടെന്ന് അവർ ഈ പ്രോഗ്രാം അനൗൺസ് ചെയ്യാൻ പോകുന്നത്. ആ പ്രോഗ്രാം അനൗൺസ് ചെയ്യുന്നതിൻ്റെ അന്ന് തന്നെയായിരിക്കും ആ ഇൻവിറ്റേഷൻ കണ്ടക്ട് ചെയ്യാനും പോകുന്നത്. അപ്പോൾ നിങ്ങൾ അതിന് ശേഷമാണ് നിങ്ങൾ ജോബ് കണ്ടെത്തുകയൊക്കെ ചെയ്തിട്ട് ഒരു കാര്യം ഉണ്ടാകത്തില്ല. കാരണം ഇത് ഒരു വർഷത്തിൽ ഒരു വട്ടം മാത്രം നടക്കുന്ന ഒരു പ്രോഗ്രാമാണ്. 2027 ആകുമ്പോൾ ഇതിനകത്ത് വീണ്ടും ചില മാറ്റങ്ങളൊക്കെ കൊണ്ടുവരികയും ചെയ്യാം. അതുകൊണ്ട് തന്നെ 2026-ലെ ആദ്യം കിട്ടുന്ന അവസരം തന്നെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് നവംബറിൽ ഒരു കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ്സിൻ്റെ ഒരു ഇൻവിറ്റേഷൻ നോക്കിക്കഴിഞ്ഞാൽ വെറും 1000 പേർക്ക് മാത്രമേ ആ ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുള്ളൂ. അതുകൂടാതെ തന്നെ അതിന് വിളിച്ചേക്കുന്ന ഒരു CRS സ്കോർ എന്ന് പറയുന്നത് 535 അത് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു വൺ ടൈം ഇനിഷ്യേറ്റീവ് പ്രോഗ്രാം സ്കോർ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു നമ്പറിലൊരു സ്കോറായിരിക്കും. അതുകൊണ്ട് തന്നെ ആദ്യം ചെയ്യേണ്ടത് ഇൻ ഡിമാൻഡ് ആയിട്ടുള്ള ജോബ് കണ്ടെത്തുകയും എത്രയും പെട്ടെന്ന് റൂറൽ ഏരിയ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ളൊരു ജോബ് ഹണ്ട് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. കാനഡയിലെ ഇൻ ഡിമാൻഡ് ജോബ്സ് എന്ന് പറയുമ്പോൾ അത് ഇഷ്ടംപോലെ ജോബുകളുണ്ട്. അതിൻ്റെ ഒരു റഫായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ 4 കാറ്റഗറി ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് ഹെൽത്ത് കെയർ, സ്കിൽഡ് ട്രേഡ്സ് ആൻഡ് കൺസ്ട്രക്ഷൻ, ടെക്നോളജി ആൻഡ് എഞ്ചിനീയറിംഗ്, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ്, അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഓഫീസ് സപ്പോർട്ട്, ഇതുകൂടാതെ തന്നെ എഡ്യൂക്കേഷൻ, സെയിൽസ്, ഫുഡ് സർവീസ്, അതുപോലെ തന്നെ ബിസിനസ്. ഇതൊക്കെ ഇൻ ഡിമാൻഡ് ആയിട്ടുള്ള ജോബിൽ പെടുന്നതാണ്. ഇതിനകത്ത് തന്നെ സബ് കാറ്റഗറി ആയിട്ട് ഇഷ്ടംപോലെ ജോബുകളുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ontario.ca എന്ന് പറഞ്ഞ വെബ്സൈറ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. കാനഡയിലെ ഇൻ ഡിമാൻഡ് ജോബ്സ് എന്ന് പറയുന്നത് ഓരോ വർഷവും അത് ഓരോ ക്വാർട്ടറിലും ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇന്നാണ് അത് സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഡേറ്റ വെച്ച് മാത്രം കാര്യങ്ങൾ മുന്നോട്ട് നീക്കുക. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു 2024-ലൊക്കെ കണക്ക് പ്രകാരം ഹെൽത്ത് കെയറിലെ ഒരു ഷോർട്ടേജ് എന്ന് പറയുന്നത് 23%, അതേപോലെ തന്നെ മാനുഫാക്ചറിങ് കൺസ്ട്രക്ഷൻ മേഖലയിലൊക്കെ ഷോർട്ടേജ് എന്ന് പറയുന്നത് 34%. ഇത് ഓരോ വർഷവും അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി മറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് ഫീൽഡിലാണോ ജോലി ചെയ്യുന്നത് അതിൻ്റെ എത്രയാണ് അതിൻ്റെ ഷോർട്ടേജ് ലിസ്റ്റ് എന്നത് കൂടി മനസ്സിലാക്കിയ ശേഷം നിങ്ങളിപ്പം ചെയ്യുന്ന ജോലി ഇൻ ഡിമാൻഡ് വരുന്നതാണ് ഉറപ്പ് വരുത്തുക. അതല്ല വേറെ ജോലിയിലേക്ക് സ്വിച്ച് ചെയ്യാനുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് മാറാനുള്ളൊരു അവസരമാണ് ഇപ്പോൾ ഉള്ളത്. 2026-ലെ ആദ്യത്തെ വൺ ടൈം ഇനിഷ്യേറ്റീവ് പ്രോഗ്രാമിൽ അവർ അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിനകത്ത് പങ്കെടുക്കാനും സാധിക്കും.
2026 ഇമിഗ്രേഷൻ പ്ലാൻ പ്രകാരം 3,80,000 പേർക്ക് PR കൊടുക്കുമെങ്കിൽ പോലും അതെന്ന് പറയുന്നത് ഒരു കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ്സൊക്കെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ ഹൈ സ്കോറിലുള്ള ഒരു CRS ആയിരിക്കും അവർ വീണ്ടും വിളിക്കാൻ പോകുന്നത്. കാരണമെന്ന് പറയുന്നത് 500 മുകളിലൊക്കെ ഉള്ളവരുടെ എണ്ണമൊക്കെ വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. അങ്ങനെ ഇത്രയും പേരുള്ളപ്പോൾ അവരൊരിക്കലും 500 താഴെ വിളിക്കേണ്ട ആവശ്യം പോലും ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വൺ ടൈം ഇനിഷ്യേറ്റീവ് പ്രോഗ്രാം പോലത്തെ ഒരു പ്രോഗ്രാം അവർ അനൗൺസ് ചെയ്യുമ്പോൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നതിലാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. ഇതുപോലത്തെ പുതിയൊരു ഇൻഫർമേഷനായിട്ട് വീണ്ടും കാണുന്നവരെ ഇറ്റ്സ് മീ AJ സൈനിങ് ഓഫ്. ബൈ.